ഓമശ്ശേരിയിൽ അനധികൃത ഗ്യാസ് റീഫില്ലിംഗ് കേന്ദ്രത്തിൽ നടത്തിയ റെയ്ഡിൽ നിരവധി സിലിണ്ടറുകളും ഉപകരണങ്ങളും പിടിച്ചെടുത്തു. കോഴിക്കോട് ജില്ലാ സപ്ലൈ ഓഫീസർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കോഴിക്കോട് ജില്ലാ സപ്ലൈ ഓഫീസർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ സപ്ലൈ ഓഫീസറും താമരശ്ശേരി താലൂക്ക് സപ്ലൈ ഓഫീസറും സംഘവും നടത്തിയ പരിശോധനയിലാണ് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഗ്യാസ് റീഫിൽ കേന്ദ്രത്തിൽ നിന്ന് LPG സിലിണ്ടറുകൾ പിടിച്ചെടുത്തത്. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നീലേശ്വരം വില്ലേജിൽ തെച്ചിയാട് പന്നിയൂക്കൽ എന്ന സ്ഥലത്ത് സ്വകാര്യ വ്യക്തിയുടെ വീടിനോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഗ്യാസ് റീഫിൽ കേന്ദ്രത്തിലാണ് റെയ്ഡ് നടന്നത്. വീടിൻ്റെ പിൻഭാഗത്തോട് ചേർന്ന് നിർമ്മിച്ച ഷെഡിൽ 6 കംപ്രസർ മോട്ടോറും 6 ഇലക്ട്രോണിക് ത്രോസുകളും ഉപയോഗിച്ച് ഗാർഹിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടറുകളിൽ നിന്നും വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറുകളിലേക്ക് മാറ്റി നിറയ്ക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളും കാലിയായതുമായ ഗ്യാസ് സിലിണ്ടറുകളും മറ്റു ഉപകരണങ്ങളും കണ്ടെത്തി. ഭാഗികമായി നിറച്ച വാണിജ്യ സിലിണ്ടറുകളും 32 കാലി വാണിജ്യ സിലിണ്ടറുകളും 27 കാലി ഗാർഹിക സിലിണ്ടറുകളും 8 ചോട്ടു ഗ്യാസ് സിലിണ്ടറുകളുമടക്കം 62 സിലിണ്ടറുകളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത്. ഗ്യാസ് റീഫില്ലിങ്ങിനായി അനധികൃതമായി വൈദ്യുതി ഉപയോഗിച്ച് സംബന്ധിച്ച പരിശോധനകൾക്കായി KSEB വിജിലൻസ് സ്ക്വാഡും സ്ഥലത്തെത്തി. ഈ വീടിനോട് ചേർന്ന് ഏകദേശം 50 മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു വീട്ടിൽ നിന്നും അനധികൃതമായി സൂക്ഷിച്ച 3 കാലി ഗാർഹിക സിലിണ്ടറുകളും 26 വാണിജ്യ കാലി സിലിണ്ടറുകളും കണ്ടെത്തിയിട്ടുണ്ട്. സിലിണ്ടറുകൾ റീഫിൽ ചെയ്യാൻ ഉപയോഗിച്ച കംപ്രസർ മോട്ടോർ, ത്രാസ് മുതലായ ഉപകരണങ്ങളും ജില്ലാ സപ്ലൈ ഓഫീസർ പിടിച്ചെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുമെന്നും ജില്ലാ കളക്ടറുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഈ സ്ഥലത്ത് നിന്ന് അനധികൃതമായി ഗ്യാസ് ഫില്ല് ചെയ്ത് ഡൊമസ്റ്റിക് ഗ്യാസ് സിലിണ്ടറിൽ നിന്നും കമേഴ്ഷ്യൽ ഗ്യാസ് സിലിണ്ടറിലേക്ക് മാറ്റി റീഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ് റെയ്ഡ് ചെയ്തത്. റെയ്ഡിൽ 100 പരം കിറ്റുകൾ ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ജില്ലാ സപ്ലൈ ഓഫീസറും റേഷൻ ഇൻസ്പെക്ടർമാരും അടങ്ങുന്ന സംഘം പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വീട്ടിലിൻ്റെ പിൻവശത്ത് വെച്ചിട്ട് ഏകദേശം 5 മോട്ടറുകൾ ഉപയോഗിച്ച് ഡൊമസ്റ്റിക് സിലിണ്ടറിൽ നിന്ന് കൊമേഴ്സ്യൽ സിലിണ്ടറിലേക്ക് പാചകവാതകം മാറ്റി നിറയ്ക്കുന്ന ഒരു കേന്ദ്രം കണ്ടെത്തിയിട്ടുള്ളത്. വളരെ അപകടകരമായ രീതിയിൽ ഈ ചുറ്റുവട്ടത്തൊക്കെ മറ്റ് വീടുകളൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും വളരെ അപകടകരമായ രീതിയിലാണ് ഈ കേന്ദ്രം പ്രവർത്തിച്ച് കൊണ്ടിരുന്നത്. അപകടമൊന്നും സംഭവിക്കാത്തത് നമ്മുടെ ഭാഗ്യമെന്ന് വേണമെങ്കിൽ കരുതാം. ഏതായാലും ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. LPG സിലിണ്ടറുകൾക്ക് ക്ഷാമം നേരിടുന്ന ഈ സാഹചര്യത്തിൽ LPG സിലിണ്ടർ ദുരുപയോഗം, ഗ്യാസ് റീഫിൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ കണ്ടെത്താൻ കർശന പരിശോധന തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. ജില്ലാ സപ്ലൈ ഓഫീസർ R. ബോബന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ താമരശ്ശേരി താലൂക്ക് സപ്ലൈ ഓഫീസർ സന്തോഷ് ചോലയിൽ, ഇൻസ്പെക്ടർമാരായ TT കബീർ, K. നൌഫൽ, CV വിനോദ്, P. വിഗീഷ്, ഡ്രൈവർ മൊയ്തീൻ കോയ PK എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.